സുലേഖയാണ് തിരുവനന്തപുരത്ത് ചാല മാർക്കറ്റിലാണ് സുലേഖ ഉള്ളത്. സാധാരണ സുലേഖ അനന്തപുരി എല്ലാ വിശേഷ ദിവസങ്ങളെയും ആഘോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരു നഗരമാണ്. അത്രത്തോളം ആഘോഷമാണ്. എല്ലായിടത്തും ലൈറ്റും ബഹളവും ഒക്കെ ആയിരിക്കും. ആ ആഘോഷം ഇത്തവണ എങ്ങനെയാണ്? വിഷുവിനെ എങ്ങനെ വരവേൽക്കുന്നു അനന്തപുരി? എത്രത്തോളം തിരക്കുണ്ട് നഗരത്തിലൊക്കെ? അന്ന, തീർച്ചയായും എല്ലാ ആഘോഷങ്ങളെയും വരവേൽക്കുന്ന നാട് തന്നെയാണ് തിരുവനന്തപുരം എന്നതിൽ സംശയമില്ല. പക്ഷേ വിഷു എന്ന് പറയുന്നത് അത് വടക്കിൻ്റെ ഒരു ഉത്സവമാണ്, വടക്ക് ദേശത്തുള്ളവരുടെ ഒരു ഉത്സവമാണ് പൊതുവിൽ വിഷു എന്ന് പറയുന്നത്. പക്ഷേ ആ ആഘോഷത്തെയും ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരം അതിനെ ഏറ്റെടുക്കുന്നുണ്ട്. എല്ലാ തരത്തിലുമുള്ള ഒരുക്കങ്ങളും പൂർണ്ണമായി കഴിഞ്ഞു എന്നുള്ളത് തന്നെ നമുക്ക് കാണാൻ കഴിയും. നമുക്കിവിടെ കാണാൻ കഴിയും കണിവെക്കാനുള്ള കണിക്കൊന്ന, അതിനൊപ്പം തന്നെ ചക്ക തുടങ്ങി എല്ലാ വസ്തുക്കളും ഈ ചാല മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എവിടുന്നാ വരുന്നത് നിങ്ങളൊക്കെ? കാട്ടാക്കട. വിഷുവിന് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നാണോ ഈ ചക്കൊക്കെ? അതെ. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, തിരക്കായി വരുന്നേ ഉള്ളൂ. നിങ്ങളുടെ വിഷു ഒക്കെ എങ്ങനെയാ? കുഴപ്പമില്ല, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെയാണ് എന്തായാലും അന്ന ഇങ്ങനെ കണിക്കൊന്നകളും മറ്റും ചക്കയും അത് കണി വെക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഈ ചാല മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാക്കാം. പൈനാപ്പിൾ ഉണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്, കണിക്കൊന്നയുണ്ട്. ഈ കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ തന്നെയും ഒരു സ്ഥലത്ത് നിന്ന് ഈ ഒരു പാക്കറ്റോട് കൂടി, അതായത് ഈ കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒരു പാക്കറ്റായി തന്നെ നമുക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഉത്സവങ്ങളെയും ആഘോഷിക്കുന്ന ആഘോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരു നാടാണ് തിരുവനന്തപുരം. അതുതന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. പൊതുവിൽ ചാല മാർക്കറ്റ് എപ്പോഴും തിരക്കുള്ള സ്ഥലമാണ്. ഇന്നും ഇത്തരത്തിൽ വിഷുവിനോട് പ്രമാണിച്ചുകൊണ്ട് തന്നെ ഇത്ര വലിയ രീതിയിലുള്ള തിരക്ക് ഈ തിരുവനന്തപുരം നഗരത്തിൽ കാണാൻ കഴിയും. അപ്പുറത്ത് അടക്കയും വെറ്റിലയും ഒപ്പം വാഴയിലയൊക്കെ വിൽപ്പന നടത്തുന്ന ആളുകളും ഒക്കെ തന്നെ ഈ ചാല മാർക്കറ്റിലുണ്ട്. എന്തായാലും വിഷുവിനെ വരവേൽക്കാൻ നാടൊന്നാകെ ഒരുങ്ങി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇനി നാളെ, അതായത് ഇന്ന് 12 മണിയാണ്, പൊതുവിൽ 12 മണിയാണ്. ആ 12 മണിക്കാണ് കണി ഒരുക്കുക. അതിനുശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കണി കാണാനുള്ള വസ്തുക്കളൊക്കെ തന്നെയും ഈ ചാല മാർക്കറ്റിൽ എത്തിയാൽ തിരുവനന്തപുരം നിവാസികൾക്ക് ഇവിടെ നിന്ന് ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. പുത്തൻ ഉടുപ്പുകളിട്ട് ഈ കണി കാണാനുള്ളൊരു കാര്യം, അതാണ് ഈ വിഷുവിനെ പൊതുവിൽ പ്രാധാന്യം നൽകുന്നത്. പൊതുവിൽ കുട്ടികളൊക്കെ തന്നെയും ഇത്തരത്തിൽ പൊതുവസ്ത്രങ്ങൾ ധരിച്ച് കണി കാണുക, അതിനൊപ്പം തന്നെ വിഷു കൈനീട്ടം വാങ്ങുക എന്നതൊക്കെ തന്നെയാണ് വിഷുവിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ കാർഷിക വിളവെടുപ്പിൻ്റെ ഒരു കാലം കൂടിയാണ് വിഷു എന്ന് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നോക്കിയാൽ കാണാം ഇത്തരത്തിൽ വലിയ തിരക്ക് തന്നെയാണ് ചാല മാർക്കറ്റിനകത്ത് ഉള്ളത്. വിഷു വിപണി സജീവമാണ്. ചന്തകളിലൊക്കെ സജീവമായി തന്നെ ആളുകളുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ കൂടി ഈ തിരക്ക് അങ്ങനെ തന്നെ തുടരാനുള്ള സാധ്യതയാണ്. കാരണം കണി ഒരുക്കാനുള്ള തിരക്കിലാണ്. ആവേശപൂർവ്വം അതിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നഗരങ്ങളും. ചേതൻ സാജൻ, തിയോഫിൻ, സുലേഖ ശശികുമാർ എന്നിവർ വിവരങ്ങൾ നൽകിയത്.